വന്ന് വീഴുകയും ചെയ്തത്. സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? എന്താ സംഭവിച്ചത്? ഈ മാധ്യമ പ്രവർത്തകർക്കായിട്ട് സെപ്പറേറ്റ് ഒരു സ്റ്റേജ് പണിതിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേജിൽ 10-15 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഗാലറി ഉള്ളത്. ഈ ഗാലറി ഏകദേശം ഒരു 15 അടി പൊക്കത്തിലാണ്. ഈ ഗാലറിയിൽ കൈവരികളൊന്നും തന്നെ ഇല്ല. ഈ കൈവരികളില്ലാത്ത ഗാലറിയിൽ നടപ്പാതയിൽ ഏകദേശം ഒരു 3 അടി കാണും. അതിലൊരു ചെയർ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1 അടി മാത്രമാണ്, 1-1.5 അടി. അപ്പോൾ ഈ ഇതിൽ താഴേക്ക് ആൾ വരാതിരിക്കാനായിട്ട് വേറൊരു സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. ഇതുപോലുള്ള റിബൺ കെട്ടി ഒരു 3-4 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവർ ഉമ്മ തോമസ്, സജി ചെറിയാൻ മിനിസ്റ്റർ ആദ്യം വന്നു, അദ്ദേഹം വന്നിരുന്നു. അതിനുശേഷം ഉമ്മ തോമസ് വന്നു, അവർ കസേരയിൽ ഇരുന്നു. പിന്നെ ആരെയോ കണ്ട എന്ന ഭാവത്തിൽ അവരാരെയോ കാണാനും വിഷ് ചെയ്യാനുമായിട്ട് അവരെണീറ്റ് അപ്പുറത്തേക്ക് നടന്നു. ഈ നടക്കുന്ന സമയത്ത് അവർക്ക് ബാലൻസ് തെറ്റാതിരിക്കാനായിട്ട് അവർ ഈ റിബണിൽ കയറി പിടിച്ചു. ഈ റിബണിൽ കയറി പിടിച്ചപ്പോൾ മൊത്തം റിബണും പോസ്റ്റും കൂടി താഴേക്ക് പതിച്ചു. ഒപ്പം ഉമ്മ തോമസും പതിച്ചു. ഈ 20 അടിയോളം പൊക്കമുള്ള സ്ഥലത്ത് കോൺക്രീറ്റ് തറയിലേക്കാണ് ഇവർ തലയടിച്ചാണ് വീണത്. അപ്പം തന്നെ ഇവരുടെ മുഖത്ത് മൊത്തം രക്തമായിരുന്നു. പിന്നെ ഇവരെ ഇവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഇതാണ് അവിടെ കണ്ടുവന്ന ദൃക്സാക്ഷികളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.